ഈ സൈനസിന് ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോഴാണ് സൈനസൈറ്റിസ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ സൈനസിനെ ചുറ്റി മ്യൂക്കസ് മെംബ്രെയിൻസ് ഉണ്ട്. ഈ മ്യൂക്കസ് മെംബ്രെയിൻസ് മ്യൂക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ ശ്ലേഷ്മം അല്ലെങ്കിൽ കഫം. ഈ കഫത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ശരിക്കും ആ കഫം ഒരിക്കലും ആ അറകളിൽ അടിഞ്ഞുകൂടരുത്. അപ്പം അങ്ങനെ പല കാരണത്താൽ ഈ ശ്ലേഷ്മം ഈ വായു അറകളിൽ അടിഞ്ഞുകൂടും. അങ്ങനെയാണ് ഈ സൈനസൈറ്റിസ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ മ്യൂക്കസ് അവിടെ അടിഞ്ഞു കൂടുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളുടെ മൂക്കിന് എന്തെങ്കിലും ബ്ലോക്ക്, പോളിപ്പ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ, അല്ലെങ്കിൽ നേസൽ സെപ്റ്റൽ ഡീവിയേഷൻ, നമ്മുടെ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലോ, പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്നവരിലാണെങ്കിലോ, അല്ലെങ്കിൽ എപ്പോഴും അലർജി ഉള്ളവരിലും, പിന്നെ എയർ പൊല്യൂഷൻ, ഡസ്റ്റ് അലർജി അങ്ങനത്തെ കാരണങ്ങളാലും, പിന്നെ ഇൻഫെക്ഷൻസ്, അത് വൈറൽ ആവാം, ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, അങ്ങനെ പല വിധത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഈ സൈനസൈറ്റിസ് ഉണ്ടാവാൻ കാരണങ്ങളാവുന്നു. ഈ സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് നല്ല രീതിയിലുള്ള തലവേദന ഉണ്ടാവും, വിങ്ങുന്ന വേദനയായിരിക്കും ഉണ്ടാകുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ സൈനസുകൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ, ഏത് സൈനസിനാണ് ഇൻഫ്ലമേഷൻ അവിടെ തൊടുമ്പോൾ നല്ല വേദന ഉണ്ടാകുക. അതുപോലെ തന്നെ തലയ്ക്ക് നല്ല ഭാരം തോന്നിക്കുക. നമ്മളിപ്പോൾ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നമുക്കെന്താ തലയിൽ എന്തോ കല്ല് കെട്ടി വെച്ചിട്ട് കുനിയുന്ന പോലത്തെ ആ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ കഫം വന്ന് തൊണ്ടയിലും ഒക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥ. നമ്മൾ എന്നിട്ട് അത് തുപ്പിക്കളയും, ഇടയ്ക്കിടയ്ക്ക് തുപ്പിക്കളയേണ്ടി വരും. പിന്നെ മൂക്കൊലിപ്പ്, പിന്നെ നമുക്ക് ഈ മണമൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു ബ്രീത്തിന് വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഈ സൈനസൈറ്റിസിനുണ്ട്. അപ്പം നമുക്ക് ഈ സൈനസൈറ്റിസ് എങ്ങനെയൊക്കെ പരിഹരിക്കാം നോക്കിയാൽ, ഒരുപാട് പഴകിയ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ക്രോണിക്കായിട്ടുള്ളതല്ലെങ്കിൽ, അക്യൂട്ടായിട്ടുള്ള സൈനസൈറ്റിസ് ആണെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആയുർവേദത്തിൽ ഇതിന് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ നസ്യം, പിന്നെ ഈ ധൂമവർത്തി, അതായത് ഒരു വർത്തി പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ധൂമം കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റും ഒക്കെ, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലുണ്ട്. അപ്പം നമുക്ക് അതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെഡിസിനോടൊപ്പം തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറയാം. ആവി പിടിക്കുന്നതിനകത്ത് ഉപ്പോ അല്ലെങ്കിൽ തുളസി, പനിക്കൂർക്ക, മഞ്ഞൾ ഇട്ട് ആവി പിടിക്കാം, പുതിനയില, ഇതിലേതെങ്കിലും ഒന്ന് ഇട്ട് ആവി പിടിക്കുന്നത്, ദിവസവും ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആവി പിടിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും കണ്ണ് കെട്ടിയിട്ട്, കണ്ണിൽ ആവി അടിക്കാത്ത പോലെ കണ്ണൊന്ന് കെട്ടിയിട്ട് വേണം ആവി പിടിക്കാൻ. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു സൈനസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതായത് മാക്സിലറി സൈനസ്, ഫ്രോണ്ടൽ സൈനസ്, എത്മോയിഡ് സൈനസ്, അതായത് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഇടയ്ക്കായിട്ടുള്ള സൈനസ്. അപ്പം ഈ സൈനസുകളിലെല്ലാം നമ്മൾ ആവി പിടിക്കുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട്, ഒരു സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത്, ഫേസ് മൊത്തം ഒന്ന് മസാജ് ചെയ്തിട്ട് ആവി പിടിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും.